നമസ്കാരം. അരി എവിടെ, തുണി എവിടെ, പറയൂ പറയൂ സർക്കാരെ. ഇത് 60കളിൽ കേട്ട ഒരു പ്രശസ്തമായ മുദ്രാവാക്യമാണ്. അന്ന് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ കടുത്ത അരിക്ഷാമമായിരുന്നു. ഇന്ത്യയിലെ അരിയുടെ ഉൽപ്പാദനം ആഭ്യന്തര ഉപഭോഗത്തിന് പര്യാപ്തമായിരുന്നില്ല. അന്ന് അരി ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായിരുന്നു ഇന്ത്യ. എന്നാൽ ശാസ്ത്രീയമായ കൃഷി പരിപാലനത്തിലൂടെ ഇന്ത്യയിൽ അരി ഉൽപ്പാദനം വർദ്ധിക്കുകയും ഇന്ന് ഇന്ത്യ വൻതോതിൽ അരി കയറ്റുമതി ചെയ്യുന്ന ലോകത്തിലെ പ്രധാന രാജ്യങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല, ലോക വിപണിയിൽ അരിയുടെ വില നിയന്ത്രിക്കുന്നത് ഇന്ത്യയാണെന്നും പറയാം. ഇത്തരത്തിൽ വില നിയന്ത്രിക്കുന്നതിൽ വരുത്തിയ മാറ്റത്താൽ ഗൾഫിൽ അരിയുടെ വില 20% വരെ കുറയുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയുടെ നിർണായക നീക്കം UAEക്കും ഇന്ത്യക്കാരുൾപ്പെടെയുള്ള പ്രവാസികൾക്കും ഗുണം ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇന്ത്യയുടെ തീരുമാനം കാരണം വിപണിയിൽ അരിയുടെ വില 20% വരെ കുറയാൻ കാരണമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വർഷം തോറും ദശലക്ഷക്കണക്കിന് ടൺ ബസുമതിയും ബസുമതി ഇതര അരിയുമാണ് UAE ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസമാണ് ബസുമതി ഇതര വെള്ള അരിയുടെ കയറ്റുമതിയുടെ നിരോധനം ഇന്ത്യ നീക്കിയത്. $490 അഥവാ 1800 ദിർഹം എന്ന അടിസ്ഥാന വിലയിലായിരിക്കും ഇന്ത്യ ബസുമതി ഇതര വെള്ള അരി കയറ്റി അയക്കുക. ഇത്തവണ ഉൽപാദനം കൂടിയത് കയറ്റുമതി തീരുവ കുറയ്ക്കാനും കാരണമാകും. UAEയിൽ ഏറ്റവും അധികം വിൽപ്പനയുള്ള ഇനമാണ് ബസുമതി ഇതര അരി എന്നെടുത്തു പറയണം. വെള്ള അരി, സോന മസൂരി, ജീരകശാല തുടങ്ങിയ ഇനങ്ങൾക്കും UAEയിൽ ആവശ്യക്കാരേറെയാണ്. തായ്ലൻഡ്, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും UAEയിൽ അരി ഇറക്കുമതി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ബസുമതി ഇതര വെള്ള അരിയുടെ കയറ്റുമതി ഇന്ത്യ നിരോധിച്ചത്. നിലവിൽ രാജ്യത്തെ സർക്കാർ ഗോഡൌണുകളിൽ ധാരാളം അരി സ്റ്റോക്കുണ്ട്. ചില്ലറ വിൽപ്പനയും ഇപ്പോൾ നിയന്ത്രണത്തിലായതിനാലാണ് കയറ്റുമതി നിരോധനം കേന്ദ്രം നീക്കം ചെയ്യുന്നത്. പട്ടിണി കോലങ്ങളുടെയും പാമ്പാട്ടികളുടെയും നാടാണ് ഇന്ത്യ എന്നാണ് ലോകത്തെ പല രാജ്യങ്ങളും നമ്മെ അധിക്ഷേപിച്ചിരുന്നത്. എന്നാൽ ഇന്ന് സമ്പന്ന രാജ്യങ്ങളിലേക്ക് ഭക്ഷ്യവിഭവങ്ങളുടെ വില നിയന്ത്രിക്കുന്നതിനുള്ള ശക്തി ഇന്ത്യ കൈവരിച്ചിരിക്കുന്നു. ഇത് രാജ്യം സ്വാതന്ത്ര്യാനന്തരം കൈവരിച്ച ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നാണെന്ന് പറയാം. പ്രവാസികൾക്ക് മറ്റൊരു ആശ്വാസ വാർത്ത കൂടി എത്തിയിട്ടുണ്ട്. രാജ്യാന്തര തലത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പുതുക്കിയ നിരക്കുകൾ ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരുമെന്നാണ് വിവരം. ആഗോള എണ്ണ വിപണിയിലെ വില നിരക്കാണ് UAEയിൽ ഇന്ധന വിലയിലും പ്രതിഫലിച്ചത്. 2022 ജനുവരിക്ക് ശേഷം ഇതാദ്യമായാണ് UAEയിൽ ഇന്ധനവില ഇത്രയും കുറയുന്നതെന്നെടുത്തു പറയണം. ഈ വർഷം ഇതുവരെ UAE പെട്രോൾ വില 6 തവണ കുറയ്ക്കുകയും 4 തവണ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. 2015 രാജ്യത്ത് വില നിയന്ത്രണ സംവിധാനം നിലവിൽ വന്നത്. പിന്നീട് COVID-19 തുടർന്ന് 2020 ഇന്ധനവില കമ്മിറ്റി ഇത് മരവിപ്പിച്ചിരുന്നെങ്കിലും 2021 നിയന്ത്രണങ്ങൾ നീക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.